അതേടി, എനിക്ക് കാക്കനാടും കണ്ണാടിക്കാടും പനങ്ങാടും ബെസ്റ്റ് ഉണ്ട്. അതിലൊക്കെ എനിക്ക് ഓരോ പിള്ളേരും ഉണ്ട്. ദേ മോളും എനിക്ക് ഒന്നാമതേ പൊളിഞ്ഞിരിക്കണേ, വെച്ചിട്ട് പൊക്കേ. ജൂട്ട്സാ, മിക്കവാറും സണ്ണിച്ചേട്ടാ നിന്നെ സീനാക്കൂട്ടാ. നിന്റെ ഹലോ കേട്ടിട്ടാണ് കൊച്ചു തീട്ടി വീണത്. എടാ പിന്നെ കോള് വരുമ്പോ ഹലോ എന്ന് പറയണ്ടേ? അത് കേട്ട അവള് പേടിച്ച് ബനാന ചോട്ടോന്ന് എനിക്കറിയോ? നീയാണ് അവിടെ ബനാന കൊണ്ട് ഇട്ടെന്നാണ് അവള് സണ്ണിച്ചേന്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ ഞാൻ അറിഞ്ഞത്. എന്റെ പൊന്നോ, അവക്ക് ഇത് എന്തിന്റെ കേടാണ്? എടാ സണ്ണിക്കാണെങ്കി ബുദ്ധിയുമില്ല. നീ വെറുതെ പാനിക്കാവല്ലേ? അയാൾ മനുവായിട്ട് നല്ല ക്ലോസ് ആണ്. നമുക്ക് അവനെ കൊണ്ടൊന്ന് വിളിപ്പിക്കാം. വാ വാ, അങ്ങോട്ട് അടിമച്ച കഴിഞ്ഞതൊക്കെ അങ്ങോട്ട് വിട്. ബോക്സിംഗ് എനിക്കൊരു പാഷൻ മാത്രമല്ലടാ, അതെന്റെ ലൈഫാണ്. അതെ, ഇറങ്ങിക്കിടന്ന് ഇട്ടിക്കൊണ്ടും മെഴുകി ഇവന്റെ അവസ്ഥ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. അമലേ, എടോ അടി തെറ്റി ആനയും വീഴും, തന്റെ അടിയൊന്ന് തെറ്റി, അത്രേ ഉള്ളൂ. എടാ സണ്ണിച്ചേട്ടന്റെ പെങ്ങളുടെ അടിയൊന്ന് തെറ്റി, അതെനിക്ക് കുരിശായി. നീ അയാളൊന്ന് വിളിച്ചേ. വിളിക്കാന്ന് ഞാൻ ഒരു പ്രാവശ്യം ഫോണിൽ കൂടെ പറഞ്ഞു. നീ വെറുതെ ധൃതി പിടിക്കല്ലേ? എടോ ഇതെന്റെ കമ്പനിക്കാരാണ്. ഹായ്, ഞാൻ ജൂട്ട്സൻ, ഇത് അപ്പു. നിങ്ങളുടെ പേരെന്താണ്? ഞാൻ അമലി, ഇത് ഞാൻ പറഞ്ഞോളാം, അനന്തു. എടാ മനു, ഇവന് ബോക്സിംഗ് അറിയോ? ഏയ്, എന്റെ അപ്പം പ്ലംബറാണ്, എനിക്ക് പ്ലംബിംഗ് അറിയാം. നൈസ് ടു മീറ്റ് യു. എന്താടാ നീ എന്നെ ഒന്ന് ആക്കാൻ നോക്കിയതാണ്? എടുവൻ പാവമാണ്, വെറുതെ തന്നെ ആക്കാനുള്ള മൈൻഡൊന്നും ഇവനില്ല. ആര് പറഞ്ഞു? എന്റെ ബൈക്ക് പഞ്ചറായി പോയി, അല്ലെങ്കിൽ തന്നെ എവിടെയെന്ന് വെച്ചാൽ ഞാൻ കൊണ്ട് ആക്കിയാന്. മനുവം വളിപ്പാണ്, ഇത് ബോക്സിംഗിലെ കലാശിക്കോളൂ. എന്റെ പൊന്നു ബ്രോ, ഞങ്ങൾ ഒരു ബോക്സിംഗ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ ദേ ഇവിടെയും ബോക്സിംഗ്. എടോ, കിക്ക് ബോക്സിംഗ് ഞാൻ പഠിച്ചിട്ടില്ല. നീ വെറുതെ കൂനിമൊക്കെ ഒഴിവാക്കല്ലെങ്കിൽ വന്നേ മോനെ പറയട്ടെ. എടാ മനു, എനിക്ക് ഇവനെ റിങ്ങി കിട്ടാൻ വല്ല വഴിയണ്ട? എടോ എല്ലാം സൂപ്പർ മക്കയുടെ കളിയാണ്. ഇത് ഒരെണ്ണോടിച്ച നാളെണ്ണോടിച്ച ട്രിപ്പാണ്. താൻ ട്രിപ്പാണ് അവിടെ ഇരുന്നേ, വെറുതെ അപ്പ അവൻ ചെക്കന്റെ കിട്ടുകാറുണ്ട്. ഹലോ, റോങ് നമ്പർ. നീ എന്ത് മെമ്പറാണ്? നീ വാ തുറന്ന പ്രശ്നമാണല്ലോ. എടോ അവൻ ചെറുപ്പത്തിൽ ഒരു സ്പീക്കർ വിഴുങ്ങി, അങ്ങനെ വിചാരിച്ച് ക്ഷമിച്ചാളാ. എനിക്കങ്ങടെ ഇരച്ച് വന്നതാണ്. പിന്നെ തന്റെ ചൊരപ്പൊന്നും കഴിഞ്ഞ ആഴ്ച ഇറങ്ങി കണ്ടില്ലല്ലോ. അന്ന് അവനെങ്ങാട് വിളിക്ക്, ഞാൻ ഒറ്റയ്ക്ക് ബ്ലാക്ക് ഔട്ട് ആയി കാണിച്ചരാം. ബോക്സിംഗ് ഞാൻ കാണാത്ത ഗെയിമൊന്നും അല്ല. ബോക്സറിന്റെ ഇടി കൊണ്ട് മെഴുകണ്ടെങ്കിൽ പയ്യെ പറയത് മിണ്ടാതിരി. അന്നാ സണ്ണിച്ചേട്ടനെ നിങ്ങ വിളിച്ച് കോമ്പറടിച്ചാ മതി. എനിക്ക് പല്ല് വേണേന്ന് പറഞ്ഞേക്ക്. അല്ലെങ്കിൽ നിന്നെ കൊണ്ട് സംസാരിപ്പിക്കണില്ല, വെറുതെ കൂട്ടത്തല്ല. ഒരു ഗ്യാൻഗോർ അറ്റൻഡ് ചെയ്യാൻ എന്നെ കൊണ്ട് വയ്യ. അന്നാ നീ പോയി സൂപ്പർ മക്ക കൂടി, എന്നിട്ട് എനിക്കൊരു മക്കയായിട്ട് ഇങ്ങാടുവാ. നീ വേണമെങ്കിൽ ഒന്നടി. എടാ, എനിക്ക് ഒന്നാമതേ ബോക്സിംഗ് അറിയാൻ പാടില്ല. ഒരു മക്കെങ്കിലും കൊണ്ടുവന്ന് താളാ, ഞാൻ മാറിയിക്കാം.